പുനസ് വേയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ അത് ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയത് ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റിൽ മറക്കല്ലേ. അത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം അത് നമ്മൾ ദോശയും സാമ്പാറും ചട്നിയും പിന്നെ മുളക് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ സാധാരണ ഒരു ദോശയും പിന്നെ ഒരു ദോശയുടെ പകുതിയാണ് കഴിക്കാറ്, ഈ വലിയ ദോശയാണെങ്കിൽ. അപ്പം ഇത് ഞാൻ 2 ദോശ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ ഞാൻ എടുത്ത് പറയാൻ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് 3 കൂടി കഴിക്കാനത്ത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് സ്ഥലമൊക്കെ പോകാനുണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇത് വേഗം തന്നെ ഞാൻ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും ഉണ്ട്. ഞാനുണ്ട്, അച്ചായി ഉണ്ട്, കുഞ്ഞൊക്കെ ഉണ്ട്, പാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അപ്പച്ചിയും ചേട്ടായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി ഇന്ന് പോയാണ്. അപ്പോൾ നമ്മൾ റിങ്കോക്കയുടെ വീട്ടിലും പിന്നെ പടക്കം ഞങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൂടി മേടിക്കണമായിരുന്നു. അപ്പോൾ ഇത് മീനസിൻ്റെ വീട്ടിലാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ മീനസിൻ്റെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കുമോ മീനസ്, പടക്കം മേടിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ചിറ്റനുണ്ടായിരുന്നു, റിങ്കോക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീൻകുട്ടൻ്റെ അടുത്ത് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മീനസിന് ഉടുപ്പൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ മീനസ് മേടിച്ച ഒരു കളിപ്പാട്ടമൊക്കെ നമ്മളെ കാണിച്ചു തരികയാണ്. ഇതെന്നു വെച്ചാൽ അതിൻ്റെ അടിയിൽ കുറേ കളേഴ്സൊക്കെ ഉണ്ടോ ഗൈസ്. ആ പെട്ടി പോലത്തെ സാധനം നമ്മൾ കുലുക്കി ഇടാൻ നേരത്ത് ഇപ്പോൾ ഗ്രീനാണ് കിട്ടിയെങ്കിൽ ആ ഗ്രീൻ നമ്മൾ ഗസ് ചെയ്തെടുക്കാൻ നേരത്ത് ആ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഒരു വട്ടം കൂടി കളിക്കാം. അങ്ങനെ കുറേ കട്ട, എത്ര എണ്ണം കട്ട കിട്ടിയോ ആ കൂടുതൽ കട്ടയുള്ളവരാണ് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മീൻസിൻ്റെ ഇടയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോയാണ്. അപ്പോൾ മീൻസിന് ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിനി നേരെ പടക്കമൊക്കെ മേടിക്കണം ഗൈസ്. അപ്പോൾ പടക്കം മേടിക്കാൻ വേണ്ടി പോയാണ് ഞങ്ങൾ. സാധാരണ എല്ലാ ദിവസം തലേ ദിവസമാണ് മേടിച്ച് വെക്കാറ്. അപ്പോൾ നമുക്ക് ഈ വട്ടത്തെ വിഷുവിന് നമുക്ക് തലേ ദിവസം മേടിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോയി മേടിക്കാമെന്ന് എഴുതി. നമ്മളെന്നു വെച്ചാൽ കസിൻസൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും പടക്കം പൊട്ടിച്ച്, എന്തായാലും വിഷു എന്ന് പറഞ്ഞാൽ പടക്കമൊക്കെ പൊട്ടിക്കണമല്ലോ ഗൈസ്, എന്നാലേ അത് സെലിബ്രേഷൻ കിട്ടത്തുള്ളൂ. നമ്മളപ്പോൾ എല്ലാ വർഷവും ഷിബിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കുറേ പടക്കം തരും കേട്ടോ. എല്ലാ പടക്കവും നമുക്ക് തരാറുണ്ട്, അവിടെയുള്ള എല്ലാ പടക്കവും തരാറുണ്ട്. പിന്നെ സ്കൈ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ലൈൻ കമ്പി ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് മരമൊക്കെ നിൽക്കണതുകൊണ്ട് നമുക്ക് പൊക്കത്ത് പൊട്ടണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ടഫാണ് അതിൻ്റെ കാര്യം. അപ്പം ഞാൻ പിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ ഒരെണ്ണം എടുത്തു ഗൈസ്. പാർക്കും ഒരെണ്ണം എടുത്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരെണ്ണം എടുത്തു. പിന്നെ വേറൊരു സാധനമുണ്ട്, കുഞ്ഞായിട്ട് പൊട്ടത്തില്ല ഗൈസ്, പൊക്കത്ത് അധികം ഹൈറ്റിൽ പോവാതെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടത്തില്ല. ആ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറേ പടക്കം തന്നു കേട്ടോ. നമുക്ക് വിഷുവിന് വേണ്ടി എല്ലാ സാധനവും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളെല്ലാ പടക്കവും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കിറ്റ് പടക്കമാണ് ഗൈസ് നമുക്ക് തന്നത് ശിബിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കാശിയുടെയും ഗൗരിയുടെയും വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു കാശിയും ഗൗരി എപ്പോഴാണ് വീട്ടിൽ വന്നേ എന്നൊക്കെ. അപ്പോൾ പാർക്കൊക്കെ എക്സാമൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് 28-ാം തീയതി കഴിയാൻ നേരത്തെ അവർ എന്തായാലും വരും വീട്ടിൽ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗൈസ് നമ്മൾ രാവിലെ വിളിച്ച് ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ വരുമെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുള്ള കാര്യം. അപ്പോൾ മാമൻ ആദ്യം കണ്ട് സർപ്രൈസായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി വിഷു എന്നും പറഞ്ഞാണ് വന്നത്. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഈ കാശിയും ഗൗരിയൊക്കെ ഓടി പുറത്തായിട്ട് വന്നു. അവരുടെ ഫേസിലുള്ള ആ ചിരി കാണുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയാണ്. അപ്പോൾ വീട്ടിലെ അപ്പച്ചിമാരും ചേട്ടായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീട്ടിൽ സദ്യയാണ് ഗൈസ്. അപ്പോൾ സദ്യ അവരെല്ലാവരും കഴിച്ചു. നമ്മൾ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അമ്മയൊക്കെ നമുക്ക് കുറച്ച് ലോലിപ്പോപ്പൊക്കെ മേടിച്ച് തന്നായിരുന്നു അമ്മയൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊണ്ട് ഓരോ ലോലിപ്പോപ്പൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കാശിച്ചേട്ടൻ്റെ അടുത്ത് ഒന്നും കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നുകൂടി മേടിക്കാൻ പോയി. ഞാൻ കൊടുത്തില്ല ഗൈസ്. അപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല ഗൈസ്. 5 മിനിറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല
അടിപൊളി അങ്ങോട്ട് മഴ പെയ്തു. പിന്നെ നിന്നില്ല, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നിന്നത്. നല്ല മഴയായിരുന്നു. ഞാൻ കരുതി മിക്കവാറും നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ ഇത് മാറി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാളുടെ കല്യാണം വരികയാണ്. അപ്പോൾ അതിനുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ഡാൻസിൻ്റെ വീഡിയോയുടെ കാര്യമല്ല ഗൈസ്, ഇത് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാഷ്ടയുടെ എല്ലാം കൊടുത്തത്. എന്നിട്ട് ഇങ്ങോട്ട് വാ എന്ന് ഞാൻ പറഞ്ഞിട്ടേ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടപ്പോൾ ഈ മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ്. ചേട്ടൻ്റെ മൊബൈലിൽ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് കേസ് അങ്ങനെ വന്നു. അങ്ങനെ അവസാനം നമ്മൾ പടക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് കേസ്. എന്നിട്ട് നമ്മൾ ഈ പടക്കം മുഴുവനൊന്നും തീർന്നില്ല, പകുതി ഉണ്ടായിരുന്നു. പകുതി മീൻസ് 2-3 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്കൈ ഷോട്ടൊക്കെ ഞാൻ പറഞ്ഞില്ല കേസ്, അതാണ് ഞാൻ ഒരെണ്ണമായിട്ട് മേടിച്ചത്. പിന്നെ നമ്മുടെ കമ്പിത്തിരിയും പിന്നെ കുറച്ച് മത്താപ്പ അങ്ങനെ സംഭവമൊക്കെ ഇല്ല, എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ കേസ്. അപ്പോൾ ആ സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചക്രവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തീപ്പെട്ടി പോലത്തെ സാധനമില്ലേ കേസ്, അതെനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് പടക്കം പൊട്ടിക്കാൻ എനിക്കിപ്പോഴും ചെറിയൊരു പേടിയാണ്. ബിക്കോസ് നമ്മുടെ ഈ കമ്പിത്തിരി പൊട്ടിക്കാനായിട്ട് അതിൻ്റെ ഇങ്ങനെ തെറിക്കുമല്ലോ കേസ്, അപ്പോൾ കൈ പൊള്ളൂല്ലേ നമുക്ക്. അപ്പോൾ അത് ഇതുണ്ടായി, ഫസ്റ്റ് കത്തിച്ചപ്പോൾ തന്നെ കൈ പൊള്ളി, അത് വേറെ കാര്യം. തീപ്പെട്ടി പോലത്തെ സാധനമില്ലേ ഗൈസ്, അതാകുമ്പോൾ എനിക്ക് അത്ര പേടിയില്ല. ഞാൻ കുഞ്ഞിലോട്ട് എനിക്ക് ഈ കമ്പിത്തിരി പൊട്ടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ആ തീപ്പെട്ടി പോലത്തെ സാധനമായിരുന്നു ഞാൻ കുറച്ചുകൂടി ഞാൻ എപ്പോഴും അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ആ സാധനം മാത്രമേ എടുക്കത്തുള്ളൂ, വേറൊന്നും ഞാൻ എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേടി മാറി വരുന്നുണ്ട് ഗൈസ്. എനിക്കിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആ കമ്പിത്തിരി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും വേറൊരു ചെറിയൊരു കമ്പിത്തിരിയില്ലേ ഗൈസ്, അത് അറ്റം വരെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടി കൈ തെറിക്കും, അതെനിക്ക് പേടിയാണ്. പക്ഷെ കുറച്ച് നീട്ടമുള്ള കമ്പിത്തിരിയൊക്കെയാണെങ്കിൽ എനിക്ക് പേടിയില്ല. അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. മുൻപ് പോസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വായൊക്കെ തിരിയുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം, തീപ്പെട്ടി പോലത്തെ സാധനം ഗൈസ്. അത് ഞാൻ ഒരു സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്, കുറേ എണ്ണം വന്നൊരു സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്ര മേടിച്ചത്. അപ്പോൾ ആ സാധനം ഞാൻ ഫസ്റ്റ് ഞാൻ പടക്കക്കടയിൽ പോയപ്പോൾ തന്നെ അതാണ് പറഞ്ഞത്. അവിടെ ഫുള്ളും പുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ആ സാധനം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് ചെയ്തപ്പോഴും ചെറുതായിട്ടൊന്ന് കൈ പൊള്ളി, അത് വേറെ കാര്യം. എൻ്റെ ഈ കാട്ടായം കാണുമ്പോഴും മനസ്സിലാവില്ലേ, ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോഴാണ് കൈ പൊള്ളിയത്. അപ്പോൾ താഴത്തിട്ടു. അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൈ ഷോട്ട് നമുക്ക് എല്ലാവരും, അമ്മയൊക്കെ അകത്തായിരുന്നു ഗൈസ്. അപ്പോൾ അമ്മയും അപ്പച്ചിമാരൊക്കെ അകത്തായിരുന്നു. അപ്പോൾ അപ്പച്ചിയൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി പൊട്ടിക്കാമെന്ന് എഴുതിയോണ്ട് അത് അവസാനത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചു. അപ്പം കമ്പിത്തിരിയും പിന്നെ മത്താപ്പൂ അതൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാശട്ടയൊക്കെ പൊട്ടിക്കാണ്ടിരിക്കുകയാണ്. ഫുള്ള് പുകയായിരുന്നു. അവസാനം ഞാൻ അവിടെ നിന്ന് ഓടി ഗൈസ്, പുക ഗൈസ്. നമ്മളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിക്കാൻ സ്റ്റാർട്ടായി. അങ്ങനെ എല്ലാവരും കമ്പിത്തിരിയൊക്കെ വെച്ച് പൊട്ടിക്കാൻ കണ്ടപ്പോൾ അന്ന് എനിക്കൂടി ഒരു ആഗ്രഹം ഗൈസ്. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും. അപ്പം ഞാൻ പറഞ്ഞു അന്നൊക്കെ എന്നെ കൂടി വീഡിയോയിൽ കാണണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് അക്കനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. ഞാൻ തന്നെ കേട്ടോ എല്ലാ വീഡിയോയും ഞാൻ എടുത്തതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ 2-3 ഈ പടക്കത്തിൻ്റെ ആ പടക്കം പൊട്ടിക്കേണ്ട ടൈമായപ്പോഴാണ് ഞാൻ പാറക്കിടയിലും പിന്നെ ചേട്ടായിടയിലൊക്കെ കൊടുത്തത് മൊബൈൽ. അതുവരെ ഞാൻ തന്നെയാണ് ഗൈസ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അക്ക എൻ്റെ കൂടി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അക്കാരനെ അന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. ഗൈസ് ഞാൻ ചേട്ടായി ചെയ്യണ പോലെയൊക്കെ ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല. ഇനി ഇവിടെ എന്താണ് നടന്നത് നിങ്ങളോടി കാണും. അത് മരത്തിൻ്റെ ഇടക്ക് പോയി തങ്ങിയിരുന്നു, പൊട്ടിയില്ല, ഭാഗ്യത്തിന് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ചക്രമൊക്കെ കത്തിച്ചു ഗൈസ്. ഇനി ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് കാണും ഗൈസ്. ഞാൻ ഇത് കുറേ ഉണ്ട്, ഈ ലോങ് വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പം ഞാനത് ഷോർട്ട് ചെയ്ത് ഇത് കുറച്ച് സ്പീഡൊക്കെ ആക്കി നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്തായാലും. എനിക്ക് ഇപ്പം പേടിയില്ല കമ്പിത്തിരി കത്തിക്കാനൊന്നും. അപ്പോൾ ഞാൻ വേറൊരു സംഭവമില്ല ഗൈസ്, നല്ല ഇങ്ങനെ പുകയൊക്കെ വന്നല്ലേ കത്തണം, ആ സംഭവമാണ് ഇപ്പോൾ പകുതിക്ക് വെച്ച് തന്നെ നിന്നുപോയി. അത് പകുതി വരെ കത്തത്തുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് കമ്പിത്തിരിയൊക്കെ വെച്ച് ഞാൻ കത്തിക്കണയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഷോർട്സ് ആയിട്ട്
ചെറിയ പറഞ്ഞല്ലോ ഇതെന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും സ്കൈ ഷോട്ട് പൊട്ടിക്കാന്ന് എഴുതി. ഇതല്ല കേട്ടോ, അടുത്താണ് കേട്ടോ, പൊക്കത്ത് പോയി പൊട്ടുന്ന സംഭവം സ്കൈ ഷോട്ട്. ആ സംഭവം എല്ലാവരും വന്നിട്ടുണ്ട്, അപ്പച്ചിമാരും അമ്മയൊക്കെ അപ്പൊ നമ്മൾ ഈ റോസ് കളറാണ് പച്ചയായിരിക്കും. അത് കൊള്ളായിരുന്നു. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന പൊക്കത്ത് ഈ പൊട്ടുന്ന സാധനമാണ് നീടിക്കാൻ. അപ്പൊ ഗൈസ് ഇന്നത്തെ കൊണ്ട് അവസാനിച്ചു. അപ്പൊ പടക്കം ഇനിയുണ്ട്, മിച്ചം കുറെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പൊ പടക്കം നമ്മൾ ഇവിടെ വെച്ച് ഓവർ ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ നാളെ പൊട്ടിക്കാം ഗൈസ്. ചുമ്മാ ബൈ ഗൈസ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സദ്യ കഴിക്കുന്ന വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി, അതാണ് ഞാൻ കാണിച്ചു തരാഞ്ഞത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ് ഇനിയും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.